നമസ്തേ എവരി വൺ. നമ്മൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം തുടങ്ങുന്നത്? നമുക്കിതിന് പാർട്ട് 2 ആണിത്. പാർട്ട് 1 കഴിഞ്ഞു. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം 2 വരുമായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ബിസിനസ്സും നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചാടിക്കയറി അങ്ങ് തുടങ്ങുകയല്ല വേണ്ടത്. നമുക്ക് ഏറ്റവും പറ്റിയ ബിസിനസ് എന്താണ്, നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ പാഷന് സ്കെയിലപ്പ് ചെയ്യാനുള്ള ചാൻസ്. നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഈ നെത്തോലിയെ പിടിക്കാൻ പോകരുത്, നെയ്മീനെ പിടിക്കാനേ പോകാവുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇല്ല സ്രാവിനെ പിടിക്കാനേ പോകാം, ഇല്ല തിമിംഗലത്തെ പിടിക്കാനേ പോകാം. നമ്മൾ നെയ്മീനെ പിടിക്കാൻ പോയോ അല്ലെങ്കിൽ സ്രാവിനെ പിടിക്കാനോ പോകുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അഥവാ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ, ആൻഡ് ബിസിനസ് മോഡൽ ജനറേഷൻ എന്ന് പറഞ്ഞ് അലക്സാണ്ടർ വെസ്റ്റർവാൾഡറിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ബുക്കുണ്ട്. ലീൻ സ്റ്റാർട്ടപ്പ് എറിക് റൈറ്റ്സിൻ്റെ ഒരു ബുക്കുണ്ട്. 0 to 1 ബൈ പീറ്റർ തീലിൻ്റെ ഒരു ബുക്കുണ്ട്. അതുപോലെ ക്രോസിംഗ് ദ ചാം ബൈ ജെഫ്രി, ഈ മിത്ത് റീവിസിറ്റഡ്, അതൊരു സീരീസ് തന്നെയുണ്ട് ഈ മിത്തിൻ്റെ ബുക്കുകൾ. പിന്നെ ഈ US സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഓൺലൈൻ കോപ്പി നമുക്ക് നോക്കാം. പിന്നെ സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ബിസിനസ് മോഡൽ ക്യാൻവാസ് ഉണ്ട്. അതുമല്ല നമുക്ക് MSME, മിനിസ്ട്രി ഓഫ് MSMEയുടെ കുറേ ഗൈഡ് ലൈൻസ് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അവർ നമുക്ക് തരാനായിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. ഇനി ഞാൻ ഇതിലോട്ട് കടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ബിസിനസ് തുടങ്ങാനായിട്ട്, അപ്പോൾ ആദ്യം നമ്മളൊരു സെൽഫ് അസസ്മെൻറ്റ് നടത്തണം. നിങ്ങളുടെ സ്കില്ല് എങ്ങനെയാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ പാഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പെർട്ടൈസ്. അതുപോലെ ഡിറ്റർമിൻ യുവർ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് റിസ്ക് ടോളറൻസ്. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ യുവർ ലോങ് ടേം ഗോൾസ് ആൻഡ് വിഷൻ ഫോർ ദ ബിസിനസ്. നിങ്ങൾ എന്താണ് കണ്ടുകൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് തുടങ്ങുമ്പോൾ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. അപ്പോൾ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ആ സെക്ടർ വൈസ് നമ്മൾ ഇറങ്ങി ചെയ്യണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ട്രെൻഡും ആ മാർക്കറ്റിന് ചേർന്ന പ്രോഡക്റ്റ് അറിയാനും ആ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ലോക്കൽ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് കോമ്പറ്റീഷൻ. നമുക്ക് അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഡീറ്റെയിൽസ് നമ്മൾ അനാലിസിസ് നടത്തി ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, കസ്റ്റമർ ബിഹേവിയർ എന്താണ്, അതുപോലെ തന്നെ അസസ് ദി സ്കെയിലബിലിറ്റി പൊട്ടൻഷ്യൽ ഓഫ് ദ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്. പിന്നെ അതുപോലെ തന്നെ ഐഡിയ ജനറേഷൻ. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിനകത്താണെങ്കിൽ നമ്മൾ ഐഡിയ ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഒരുപാട് കിട്ടും, പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും, എക്സ്പോയിൽ നിന്ന് കിട്ടും. നമ്മൾ ബില്യണയർ മൈൻഡ് സെറ്റിനകത്താണെങ്കിൽ ഐഡിയ ജനറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള 12 പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമല്ല നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാം ബിസിനസ് ഐഡിയയ്ക്ക് വേണ്ടി. അതേപോലെ നമുക്ക് കൺസിഡർ ദ പ്രോബ്ലം. നമുക്ക് എന്ത് പ്രോബ്ലം ആണോ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്, അപ്പോൾ അവരുടെ പെയിൻ സോൾവ് ചെയ്യാൻ പറ്റിയ. പിന്നെ അതുപോലെ തന്നെ റിസർച്ച് ഇന്നൊവേറ്റീവ് കോൺസെപ്റ്റ്സ്. ഇപ്പോൾ ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ള പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണ്. അപ്പോൾ എക്സ്പ്ലോർ ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ നമുക്ക് എന്താണ് നിഷ് മാർക്കറ്റ് എന്താണ്, പിന്നെ അൺടാപ്ഡ് പൊട്ടൻഷ്യലും എല്ലാം കിടപ്പുണ്ടോ എന്നൊക്കെ. അങ്ങനെ വീണ്ടും നാരോ ഡൗൺ ചെയ്ത് പോകുമ്പോൾ, അപ്പോൾ അങ്ങനെ നമ്മളൊരു ആയിരക്കണക്കിന് ബിസിനസ്സിൽ നിന്നും നമുക്ക് ടോപ്പ് 20 ബിസിനസ്സിലേക്ക് നമുക്ക് ചെയ്യാം. ഐഡിയലി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എല്ലാ ബിസിനസ് രംഗവും നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു 100 ബിസിനസ് നമ്മളെടുക്കുക. അപ്പോൾ അത് 99 നിർത്തരുത്, 100 എണ്ണം തന്നെ എടുക്കണം. 100 എണ്ണം എടുത്തിട്ട് നമ്മളതിനെ 1ഉം 2ഉമായിട്ട് കമ്പയർ ചെയ്ത്, 2ഉം 3ഉമായിട്ട് കമ്പയർ ചെയ്ത്, 3ഉം 4ഉമായിട്ട് കമ്പയർ ചെയ്ത്, അപ്പം അതിനകത്ത് ഈ കമ്പയർ ചെയ്യുമ്പം ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടെക്നിക്ക് ഓഫ് എലിമിനേഷനാണ്. അപ്പോൾ നമുക്ക് പോയിന്റ് കുറഞ്ഞത് എലിമിനേറ്റ് ചെയ്ത് ഏറ്റവും സാധ്യത ഉള്ളത് അവസാനം ഒരു 5-6 എണ്ണമൊക്കെ ആവും. അതിൽ നമ്മൾ കുറച്ചുകൂടെ ഈ ഡെപ്തിൽ പോകണം, ഒരുപാട് ഡെപ്തിൽ പോകണം. അപ്പോൾ അങ്ങനെ ഡെപ്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അന്നേരമാണ് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ യഥാർത്ഥ ഭാഗത്തേക്ക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ചില ആൾക്കാർ ഇപ്പം ഈ ബിസിനസ്സുമായിട്ട് വന്നിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട്
ഞാൻ കമ്പൽസറി ആയിട്ട് പറഞ്ഞ് ബിസിനസ് ചേഞ്ച് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ചേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞായിരിക്കും ഭയങ്കരമായിട്ട് ഒരു റോക്കറ്റ് പോലെ കയറി പോകുന്നത്. ഇതവർക്ക് 3 വർഷം മുമ്പ് ചെയ്യാമായിരുന്നല്ലോ. ഞാനൊരു എക്സാമ്പിൾ പറയാറുണ്ട്. ഞാൻ ശശിക്ക് പറ്റിയതുപോലെ, ആക്ച്വലി അയാളുടെ പേര് ശശി എന്നല്ല, ഞാൻ ഇട്ടേക്കുന്ന പേര് ഓർക്കാനായിട്ട് പേര് മാറ്റി ശശി എന്ന് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്. അയാളുടെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് അയാൾ പറഞ്ഞ ഒരു കഥയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ ഗൾഫിൽ നിന്ന് വന്നു. ഗൾഫിൽ നിന്ന് വന്ന് അയാൾ കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് പെൺകുട്ടികളെ കാണാൻ പോയി. അപ്പോൾ അങ്ങനെ കോട്ടയം ജില്ലയിൽ പോയി ഒരു പെൺകുട്ടിയെ കണ്ട അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാൾ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ് ഞാനിത് ബാക്കിയുള്ളവർക്ക് പറയുന്നത്. പക്ഷേ ആളിൻ്റെ ഐഡൻറ്റിറ്റി മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കോട്ടയം ജില്ലയിൽ പോയൊരു പെൺകുട്ടിയെ കണ്ടു. പുള്ളിക്ക് പെൺകുട്ടി ഏതാണ്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ 100% എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 70-80% പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നിർത്തണ്ടല്ലോ, അടുത്തതിനെ പോയി കണ്ടു. അപ്പോൾ ഇത്രയും പറ്റത്തില്ല, അടുത്തതിനെ കണ്ടു. അങ്ങനെ പുള്ളി ഒരു 10-20 പെൺകുട്ടികളെ കണ്ടു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് തോന്നി, അയ്യോ അതിലും നല്ലത് നമ്മൾ ആദ്യം കണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളി ആദ്യം കണ്ടതിനെ അങ്ങ് ഫൈനലൈസ് ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് ഏതാണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, എൻ്റെ ചേച്ചിയുടെ മോള് നിൽപ്പുണ്ട്, നല്ല പഠിച്ചിട്ടൊക്കെ നിൽക്കുന്ന, നിനക്ക് താല്പര്യമുണ്ടോ നീ ഒന്ന് പോയി കാണും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പെണ്ണിനെ കാണാനായിട്ട് അഡ്രസ്സൊക്കെ കൊടുത്തു, ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു. അങ്ങനെ പോകാനായിട്ട് ഇദ്ദേഹം വണ്ടി അറേഞ്ച് ചെയ്തു. അപ്പോൾ അന്ന് ആ വണ്ടി ഡ്രൈവർക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ആ ദിവസം വന്നില്ല, അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പുള്ളിക്ക് പോകാൻ വലിയ മൂഡില്ലായിരുന്നു. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഇനി 20 കണ്ടു, ഇനി അധികം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അവസാനം ആദ്യം കണ്ട പെണ്ണിനെ തന്നെ പോയി പുള്ളി ഫൈനലൈസ് ചെയ്തു. കല്യാണം കഴിഞ്ഞു. അത് കല്യാണം കഴിഞ്ഞ് 1.5 മാസം അവിടെ താമസിച്ചതിന് ശേഷം അയാൾ ഗൾഫിലേക്ക് പോയി അവിടെ പോയി ഇങ്ങനെ പിന്നെ അയാളുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അഡ്വാൻസ്ഡ് പ്രഗ്നൻസിയിൽ വന്നു. വൈഫ് പ്രസവം അടുത്തപ്പോഴത്തേക്ക് ഇദ്ദേഹം തിരിച്ചു വന്ന് വൈഫിനെ കൊണ്ടുവന്നൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പ്രസവത്തിന് കൊണ്ടാക്കിയിട്ട് അപ്പോൾ ഇദ്ദേഹമാണ് അവിടെ കൂട്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മദറിലേക്ക് എന്തോ ഒരു പിന്നെ BP ഏതാണ്ട് കൂടിയിട്ട് അവരെ അവിടെ ഇരുത്താനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഫോണിലൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ റിലാക്സ് ചെയ്ത ദിവസങ്ങൾ തള്ളി നിൽക്കുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ആ നേരത്തെ ഫ്രണ്ടിനെ, എൻ്റെ പിന്നെ മൊത്ത ചേട്ടത്തിയുടെ മകളെ പോയി കാണാമെന്ന് പറഞ്ഞ് അയാളെ ഇങ്ങനെ പുള്ളി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ജംഗ്ഷനിൽ വെച്ച് കണ്ടു. അപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ അവന് നമുക്ക് ചായ കുടിക്കാം എന്നും പറഞ്ഞിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റ് എൻ്റെ മൂത്ത ചേച്ചിയുടെ മകള് ടെക്സ്റ്റൈൽ കടയിൽ കയറിയിട്ടുണ്ട്, ഇപ്പോൾ അവൾ വരും, അപ്പോൾ അവൾക്ക് കൂടെ ചായ കുടിക്കാൻ കയറാം എന്നും പറഞ്ഞ് അവളോട് വിളിച്ചു പറഞ്ഞു ഈ കടയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അന്നേരത്തേക്ക് ഈ പെൺകുട്ടി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ടെക്സ്റ്റൈൽ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ പറഞ്ഞു, അന്ന് നിന്നോട് പോയി കാണാൻ പറഞ്ഞ പെണ്ണാണ്, ഇപ്പം പിന്നെ കല്യാണം കഴിഞ്ഞില്ല ഇതുവരെ, ടെക്സ്റ്റൈൽ കടയിൽ എന്തൊക്കെയോ തുണി എടുക്കാനായിട്ട് കയറിയേക്കുവാണ്, ഞാൻ നേരത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പെൺകുട്ടി കയറി വന്നു. ഇയാളുടെ ഓപ്പോസിറ്റായിരുന്നു. ഇയാൾ അന്തം വിട്ടുപോയി. ഇയാളുടെ മനസ്സിൽ എങ്ങനെ ഒരു പെൺകുട്ടിയെ അയാൾ സ്വപ്നം കണ്ടോ, വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രീമിലുള്ള പെൺകുട്ടി എല്ലാ വിധത്തിലും. അദ്ദേഹത്തിന് ചായ കുടിച്ചതും അറിഞ്ഞില്ല, നിലത്തോടെ നടന്നതും അറിഞ്ഞില്ല, വൈഫിൻ്റെ മുറി ചെന്നതും അറിഞ്ഞില്ല. പക്ഷെ ഓൾറെഡി അവിടെ കല്യാണം കഴിച്ചിട്ട് വൈഫ് ഏതാണ്ട് പ്രസവത്തിൻ്റെ അടുത്ത് നിൽക്കുക. അന്ന് പുള്ളിക്ക് ജസ്റ്റ് ഒന്ന് പോയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കല്യാണം എല്ലാം കംപ്ലീറ്റ്ലി മാറിപ്പോകുമായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സാധ്യത പുള്ളി വേണ്ടാന്ന് വെച്ചു. ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും, ഞാൻ ഒത്തിരി പേരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മളൊരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് വിജയിക്കുകയോ തോക്കുകയോ ചെയ്ത് അങ്ങനെ മുകളിൽ നിൽക്കുമ്പോഴായിരിക്കും അതിലും സൂപ്പറായിട്ടൊരു ബിസിനസ് നമുക്ക് വരുന്നത്. സൂപ്പറായിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലൊരു ബിസിനസ് വരുന്നത്. അപ്പം നമുക്ക് നേരത്തെ ഉള്ള ബിസിനസ് ഇട്ട് കളയാനും വയ്യ, അതിനകത്ത് പൈസ മുടക്കിക്കൊണ്ട് അതിനകത്ത് നമുക്ക് ഒരു വിധത്തിൽ ഒഴിയാനും വയ്യ, അടുത്തതിലേക്ക് കയറി പിടിക്കാനും വയ്യ. അപ്പം നമുക്ക് ഇതും വേണം അതും വേണം, നമ്മൾ ആകെപ്പാടെ കുഴഞ്ഞു പോകും. പക്ഷേ നമുക്ക് രണ്ടാമത്തെ ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല, ഇവിടെ വലിയ കമ്മിറ്റ്മെൻ്റ് ആയി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മൊത്തം തിരഞ്ഞിട്ടൊരു 100 ബിസിനസ് എങ്കിലും നിങ്ങൾ ഈ ബുക്കിനകത്ത് എഴുതിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് 20ലേക്ക് വരിക. 20-നകത്തുനിന്ന് കുറച്ചുകൂടെ സ്ക്രൂട്ടണി ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഫീസിബിലിറ്റി നോക്കി, ഐഡിയയുടെ സ്ട്രെങ്ത് നോക്കി, പല മെത്തേഡിലുള്ള സ്ട്രെങ്ത് നോക്കി. അപ്പോൾ നമ്മുടെ ഈ മൈൻഡ് പവർ ട്രെയിനേഴ്സൊക്കെ നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്ട്രെങ്ത് ടെസ്റ്റിംഗ് മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എനർജി വെച്ച് ടെസ്റ്റ് ചെയ്തെടുക്കാമെന്നൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് സെലക്ട് ചെയ്യാനുള്ള വഴികളൊക്കെ ഉണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഓരോ ബിസിനസ്സിൻ്റെ USP ഒക്കെ നോക്കി, അങ്ങനെ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൂടുതൽ അസസ് ചെയ്ത് നമുക്കതിൻ്റെ സ്കെയിലബിലിറ്റി നോക്കി, പൊട്ടൻഷ്യാലിറ്റി, ഗ്രോത്ത്, സ്കെയിലബിലിറ്റി ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി, കോമ്പറ്റീറ്റീവ്സ് നോക്കി, അതിനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ആ ബിസിനസ്സിൻ്റെ സോട്ട് അനാലിസിസ് ചെയ്ത്, അങ്ങനെ നമ്മൾ അപ്പോൾ അതിനകത്ത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ് എല്ലാം നമ്മൾ നോക്കി, അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ടതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ആ ബിസിനസ് ഓരോന്ന് എലിമിനേറ്റ് ചെയ്ത് 10 ബിസിനസ്സായി. അത് സ്ലോലി ഓരോന്ന് എലിമിനേറ്റ് ചെയ്ത് ഇതൊക്കെ ഒരു മാസമൊക്കെ എടുക്കും ഈ സ്റ്റഡിക്ക്. അത് വീണ്ടും ഓരോന്ന് കളഞ്ഞ് നമ്മൾ 8 എണ്ണമായി, 7 എണ്ണമായി. നമുക്ക് പിന്നെ അങ്ങനെ വരുമ്പോൾ ഒന്നും കളയാൻ പറ്റാത്ത, പിന്നെ നമ്മൾ ചില അവിടെ അഡ്വാൻസ് ടൂളുകളൊക്കെ ഉപയോഗിച്ച് കൺസൾട്ടൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ച്, ചില ചാർട്ടേഡ് അക്കൗണ്ട് സെയിം ബിസിനസ് ചെയ്യുന്ന ചില ആൾക്കാർ, ചിലപ്പോൾ നമ്മൾ ഈ ലോക്കലി അല്ലാതെ മറ്റു ചിലയിടത്തൊക്കെ പോയി അവരെയൊക്കെ കണ്ട് സംസാരിച്ച് വീക്ക്നെസ്, അതിൻ്റെ ത്രെറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾ ഫൈനാൻഷ്യൽ അനാലിസിസ്, അപ്പോൾ അതിൻ്റെ പ്രിലിമിനറി ബഡ്ജറ്റിങ്, പിന്നെ ആ ബിസിനസ് എത്രമാത്രം ലോഞ്ചിവിറ്റി കിട്ടും, അപ്പോൾ റവന്യൂ പൊട്ടൻഷ്യാലിറ്റി, പ്രോഫിറ്റബിലിറ്റി, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ROI ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ നോക്കി, മാർക്കറ്റ് വാലിഡേഷൻ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്കൊരു 3 ഐഡിയയിലോട്ടൊക്കെ വരും. 3 ഐഡിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഗേജ് ചെയ്യുകയാണ് അവിടെ കസ്റ്റമർ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, അപ്പോൾ എത്രമാത്രം ക്ലയൻറ്റ് വില്ലിങ് ആയിരിക്കും, പിന്നെ എത്രമാത്രം അവരുടെ പെയിൻ നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാർജർ ദ പെയിൻ, മോർ സ്കോപ്പ് ഫോർ ദ ബിസിനസ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചൊരു പൈലറ്റ് ബിസിനസ്, ഒരു പ്രോട്ടോടൈപ്പ്, ആദ്യ മാതൃക ഇറക്കാനായിട്ട് പറ്റുമോ, അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ പിന്നെ അത് കിട്ടി. പിന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക്, അതിൻ്റെ കൺസിഡറേഷൻസ്, പിന്നെ നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റ് ലീഗൽ റിക്വയർമെൻറ്റ്, അതെല്ലാം നമ്മൾ നോക്കി. പിന്നെ നമുക്ക് കംപ്ലയൻസസ് ഒക്കെ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ ലൈസൻസ് റിക്വയർമെൻറ്റ്, സോണിങ് ലോസ്, ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കി. വീണ്ടും നമ്മൾ 2 ബിസിനസ്സായിട്ട് കുറച്ചു. അപ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നമാണ്, ഇത് വേണോ അത് വേണോ, 2 പെണ്ണായിട്ട് കല്യാണം കഴിക്കാനായിട്ട് കുറച്ചതുപോലെയാണ്, ഇത് വേണോ അത് വേണോ, ഇത് വേണോ അത് വേണോ. അതിനകത്ത് നമ്മൾ വീണ്ടും പൊട്ടൻഷ്യാലിറ്റി, ലയബിലിറ്റി, റിസ്ക് വന്നാൽ അത് എത്രമാത്രം പോകും, റിസ്ക് എത്രമാത്രം കുറയ്ക്കാനായിട്ട് പറ്റും, പിന്നെ നമുക്ക് കൂടുതൽ പാർട്ട്നേഴ്സിനെ കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് കാശിറക്കണം നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമുക്ക് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുക. സ്വെറ്റ് ഇക്വിറ്റി നമുക്ക് നിയമം പറയുന്നത് 15% വരെ നമുക്ക് ഈ ഐഡിയ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ആളിന് നമുക്ക് അത് കിട്ടിയാലും മതി. ഐഡിയലി 6-7 പേരൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഒരു ബിസിനസ്സിൽ എപ്പോഴും നല്ലത്. നമ്മൾ സുഖമില്ലാതെ പോയാലും ബിസിനസ് വളരെ വലുതായിട്ട് 2 പേരോ ഒരാളോ ചേർന്ന് ബിസിനസ് നമുക്കൊരു 5 കോടി ചെയ്യുന്നതിന് പകരം നമുക്ക് 7 പേര് ചേർന്നിട്ട് നമുക്ക് 150 കോടി ചെയ്യുമല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനകത്ത് 2 ബിസിനസ് നമ്മൾ ഐഡൻറ്റിഫൈ, പീപ്പിൾ, ടെക്നോളജി, സപ്ലയേഴ്സ്, പിന്നെ അവൈലബിലിറ്റി, നമുക്ക് റിസോഴ്സസ്, ഏരിയ, ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നോക്കി പഠിച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി പലരോട് ചോദിച്ച്, കൺസൾട്ടൻസിൻ്റെ അടുത്ത്, ബാങ്ക് മാനേജറുടെ അടുത്ത്, ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ അടുത്ത്, ഇതെല്ലാം ചോദിച്ച് അപ്പോൾ ഈ ഓരോ ഐറ്റത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ നോക്കി അതിൻ്റെ പേപ്പറുകളെല്ലാം എഴുതി, സസ്റ്റൈനബിലിറ്റി നോക്കി, ഇവാലുവേറ്റ് ചെയ്ത്, ലോങ് ടൈം ഏതാണെന്ന് നോക്കി, എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് നോക്കി, സോഷ്യൽ ഇമ്പാക്റ്റ് നോക്കി, എത്തിക്കൽ കൺസിഡറേഷൻസ് നോക്കി, നമുക്ക് സാധാരണയുള്ള പ്രാക്ടീസസിനുള്ള സാധ്യത നോക്കി, പ്രോഫിറ്റബിലിറ്റി, അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അനലൈസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഗ്രോത്തിൻ്റെ സാധ്യത, കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഔട്ട്ഡേറ്റഡ് ആകാനുള്ള ചാൻസ്, ഇങ്ങനെ നമ്മൾ എന്ത് എൻറ്റിറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, LLP ആണോ LLC ആണോ നമ്മൾ ഉണ്ടാക്കാനായിട്ട്, ബിസിനസ് പ്ലാൻ എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ BMS 1 പോലും നമ്മൾ എക്സലൻറ്റ് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് ഇറക്കുന്നത്. അപ്പോൾ അവിടെ ലയബിലിറ്റി പ്രൊട്ടക്ഷൻ എന്തോ നമുക്ക് ആക്കുന്നത്, നമുക്ക് റിസ്ക് വരാതെ എങ്ങനെയൊക്കെ നോക്കാനായിട്ട് വിഷൻ എന്തായിരിക്കും, മിഷൻ എന്തായിരിക്കും, സ്ട്രാറ്റജി എന്തായിരിക്കും, അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് ഔട്ട്ലൈൻ എന്തായിരിക്കും, സെയിൽസ് സ്ട്രാറ്റജി എന്തായിരിക്കും, ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റ് എന്തായിരിക്കും, ടീം ബിൽഡിംഗ് എന്തായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആരൊക്കെ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ആരായിരിക്കും, നമുക്ക് സെക്കൻഡായിട്ടോ ആരായിരിക്കും, തേർഡ് പേഴ്സൺ ആരായിരിക്കും, ഫോർത്ത് പേഴ്സൺ ആരായിരിക്കും, മെൻറ്റർ ഉണ്ടായിരിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അസസ് ചെയ്ത്, അപ്പോൾ ജോയിൻറ്റ് ബിസിനസ്, നെറ്റ്വർക്കിങ്, അപ്പോൾ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഈവൻറ്റ്സ്, നമുക്ക് കോൺഫറൻസസ്, ഫീസിബിലിറ്റി ടെസ്റ്റിങ്, അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി, അതിനകത്ത് നിന്ന് ടോപ്പ് ഐഡിയാസ് എടുത്തിട്ട് അസംഷൻസ്, ഹൈപ്പോത്തിസിസ്, ഇതൊക്കെ നമ്മൾ പോയിട്ട് അതിൽ നിന്ന് ഫൈൻഡിങ് എല്ലാം വന്ന് നമുക്ക് റിസ്ക് അനാലിസിസും വന്ന്, അപ്പോൾ അവിടെ നമുക്ക് നല്ല പാർട്ട്നേഴ്സിനെ കണ്ടെത്തി
നമ്മൾ ചിലപ്പം 10, 20, 30, 50 പേരോട് പറയുമ്പോഴായിരിക്കും നമുക്ക് 7 പേരോ 8 പേരോ ഭയങ്കര പൊട്ടൻഷ്യലായിട്ടുള്ള ആൾക്കാർ നമുക്ക് വരുന്നത്. അപ്പോൾ അവരുമായിട്ട് അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് അത്ര ഡെപ്തായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നു. അതിൻ്റെ ഇക്കണോമിക്സ്, ഡിസിഷൻ മാട്രിക്സ് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി എല്ലാം നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് തയ്യാറാക്കി ഫൈനൽ സെലക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഇതിൽ 2 ബിസിനസ്സിൽ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ടോപ്പ് റാങ്ക്ഡ് സൂപ്പർ ബിസിനസ് ആ ഐഡിയയിലേക്ക് നമ്മൾ പിന്നെ അതിനെ നമുക്ക് ഭംഗിയായിട്ട് നടത്താനുള്ള കാര്യങ്ങൾ അതിന് നമ്മൾ തന്നെ നടത്തണമെന്നില്ല. നമുക്ക് അവിടെ നമുക്ക് CEO ഹയർ ചെയ്യാം, മാനേജിങ് ഡയറക്ടറെ ഹയർ ചെയ്യാം. നമ്മൾ തന്നെ മാനേജിങ് ഡയറക്ടറാണെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അവിടെ ഗോളും വാല്യൂസും എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടന്നു പോയാൽ മതി. അപ്പോൾ ബിസിനസ് പ്ലാനിനെ നമുക്കൊന്നുകൂടെ റിഫൈൻ ചെയ്ത് അപ്പോൾ അവിടെ നമുക്ക് ബിസിനസ് പ്ലാൻ കംപ്ലീറ്റ്ലി നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് എല്ലാ സ്ട്രാറ്റജിയും നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ മൈൽ സ്റ്റോൺസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ടൈം ലൈൻ വെച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ സെറ്റപ്പും എല്ലാം നമ്മളത് വെച്ചുകൊണ്ട് പെർമിറ്റ്സും എല്ലാം കിട്ടി. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ സ്റ്റാർട്ടപ്പിനകത്ത് ഞാനൊരു 100 സ്റ്റെപ്സ് BMS 1 തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 100 സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണ്. അതിൽ ഒരെണ്ണം നമുക്ക് വയലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ കൂടെ തന്നെ അങ്ങ് പോയാൽ മതി, നമുക്ക് വേറെ ഒരു റിസ്ക്കും വരേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെയാണ് നമ്മൾ അക്കൗണ്ടിങ് സെറ്റപ്പ് ചെയ്യുന്നത്, ലൈസൻസിങ്, ഫൈനാൻഷ്യൽ സിസ്റ്റം, അപ്പോൾ ക്യാപിറ്റൽ അവൈൽ ചെയ്യുന്നത്, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് ആൻഡ് കോംപ്രിഹെൻസീവ് മാർക്കറ്റിംഗ് പ്ലാൻ എടുക്കുന്നത്, നമ്മൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റി, ഓൺലൈൻ പ്രസൻസ്, പ്രൊമോഷണൽ മെറ്റീരിയൽസ്, ക്യാമ്പയിനിങ്, ലോഞ്ചിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിസിനസ് ലോഞ്ച് ചെയ്തു, നമ്മൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി, കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ടുണ്ടോ, ചില ചേഞ്ച് ചെയ്യാനുണ്ടോ, അപ്പോൾ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത്, അപ്പം പ്രോഫിറ്റബിൾ എങ്ങനെയാണ് നോക്കുന്നത്, അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക. പിന്നെ നമുക്ക് CCC കുറയ്ക്കുക, നമുക്കതായത് വെലോസിറ്റി ഭയങ്കരമായിട്ട് കൂട്ടുക, പെട്ടെന്ന് ക്യാഷായിട്ട്. അപ്പോൾ കടം കൊടുക്കാതെ പോകാതെ, കടം പലയിടത്തും കേരളത്തിൽ ചെയ്തിട്ട് അവർ കടത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരിക്കലും ഒരു നല്ല ബിസിനസ്സേ അല്ല. വെലോസിറ്റി നഷ്ടപ്പെട്ടു പോകും. വെലോസിറ്റിയാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, CCC. അപ്പോൾ അവിടെ എക്സ്പ്ലോർ, ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ അവിടെ നമുക്ക് മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗ്രോത്ത്, ലോങ് ടൈം പ്ലാനിങ്ങിലേക്ക് പോകുന്നു, റെഗുലർ റിവ്യൂ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അതിനെ ആ സിസ്റ്റത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പിന്നെ അത് നല്ലപോലെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സിറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടോ, സക്സഷൻ പ്ലാനിങ് ഉണ്ടോ, അപ്പോൾ നമുക്ക് അതിനെല്ലാം പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നുണ്ടോ, എല്ലാത്തിനും നമുക്ക് കൺസൾട്ടൻസിന് ആവശ്യമുള്ളിടത്തല്ല, അതുപോലെ തന്നെ ലീഗൽ ആൻഡ് ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസിൻ്റെ ഗൈഡൻസ് എടുക്കുന്നുണ്ടോ, അപ്പോൾ വളരെ നമ്മൾ വെൽ ഇൻഫോംഡ് ആണോ, എല്ലാത്തിനും പ്രൊഫഷണൽ ഹെൽപ്പുകൾ എടുത്ത് വലിയ രീതിയിൽ ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ ഹെൽപ്പുകൾ എടുത്തുകൊണ്ട് തന്നെ പോവുകയാണ് ബിസിനസ്സിന് നല്ലത്. അതിൻ്റെ കൂടെ നമ്മൾ ബിസിനസ് സെമിനാർസ്, വെബിനാർസ്, വർക്ക്ഷോപ്പ്, എക്സ്പോ, അതുപോലെ ജോയിൻ്റ് ഓപ്പറേഷൻസ്, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ്, പിന്നെ വീണ്ടും അഗെയിൻ കീപ്പ് ലേണിംഗ്, പിന്നെ വീണ്ടും മറ്റ് ആന്ത്രപ്രണേഴ്സുമായിട്ട് നമ്മുടെ അടുപ്പം, ലിങ്ക്, കണക്ഷൻ, പിന്നെ നമ്മുടെ ലാൻഡിംഗ് പേജ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതിൻ്റെ റിസൾട്ട്, അപ്പോൾ അത് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് ബ്രാൻഡിങ്ങിൻ്റെ പൊസിഷനിങ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ വാല്യൂ പ്രൊപ്പോസിഷൻ കൊണ്ടുവന്ന്, അപ്പോൾ കൺസിസ്റ്റൻസി കൊണ്ടുവന്ന് മാർക്കറ്റിൽ നമ്മളൊരു ഫീമനായി മറ്റാർക്കും നമ്മളെ താർക്കാൻ പറ്റാത്ത രീതിയിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിലേക്ക് നമ്മൾ പയ്യെ മൂവ് ചെയ്തുകൊണ്ട് എവിടെയൊക്കെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പ് അനാലിസിസിനായിട്ട് നമ്മൾ പോകുന്നു, ഐഡൻറ്റിഫൈ എനി ഗ്യാപ്പ്, അത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു. അവിടെ വീണ്ടും നമ്മൾ സ്ട്രാറ്റജീസ് ഉണ്ടാകുന്നു, ഓൺലൈൻ പ്രസൻസ് കുറച്ചുകൂടെ കൂട്ടുന്നു, മാർക്കറ്റ് ലീഡർ ആകാനായിട്ട് നോക്കുന്നു. അവിടെ നമ്മൾ സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ലിവറേജ് ചെയ്യുന്നു, ഇൻ്റർനെറ്റ് ലിവറേജ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കസ്റ്റമർ അക്വിസിഷന് വേണ്ടിയിട്ട് കസ്റ്റമർ ഫണൽസ് നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നമ്മളെങ്ങനെ പിന്നീട് നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നു. ബിസിനസ് പാർട്ട്ണർഷിപ്പുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പൊട്ടൻഷ്യൽ പാർട്ട്ണർഷിപ്പ് വീണ്ടും നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ ലെഗുകളും കോംപ്ലിമെൻറ്റ്സും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത്
പുതിയ പുതിയ കോ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകുന്നു. അതിൽ നിന്ന് കസ്റ്റമർ ഫീഡ്ബാക്ക് വീണ്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് നമ്മൾ റിവാർഡ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളവിടെ വീണ്ടും ഇന്നൊവേഷൻ അവിടെയൊക്കെ നമ്മൾ പുതിയ പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഇന്നൊവേഷൻസ് കൊണ്ടുവന്ന് നമ്മൾ അപ്പോൾ അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന എംപ്ലോയീസ് നമ്മുടെ അസറ്റായി മാറുന്നു. അവരെ നമ്മൾ ഏറ്റവും നല്ല എംപ്ലോയീസിന് നമ്മൾ കൂടുതൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും ഇൻട്രാപ്രനർഷിപ്പ് നമ്മൾ നടപ്പിലാക്കുകയും എംപ്ലോയി സ്റ്റോക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഈ സമയത്ത് കൊടുക്കുകയുള്ളൂ, ആദ്യം കൊണ്ട് കൊടുത്തു കളയരുത്. പിന്നെ അവിടെ നമ്മളങ്ങനെ നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് വരുവാണ്. നമ്മൾ CSR ഒക്കെ കൊടുത്ത് ഒത്തിരി ഗുഡ് വില്ലൊക്കെ നമുക്ക് വരുവാണ്. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലൊക്കെ നമുക്ക് വന്നു, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വന്നു. അവിടെ നമുക്ക് ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ബിസിനസ്സിലേക്ക് നമുക്ക് ചാടി പോകാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സാധ്യത. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ബുക്കുകളൊക്കെ റെഫർ ചെയ്യണം, കൺസൾട്ടൻസി എടുക്കണം, റിസ്ക് മിറ്റിഗേഷനുള്ള സംഭവങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇൻഷുർ ചെയ്ത് വെക്കാവുന്ന എല്ലാ റിസ്കുകളും നമ്മൾ ഇൻഷുർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എത്തിക്കൽ പ്രാക്ടീസസ് വേണം, റെപ്യൂട്ടേഷൻ നിലനിർത്തിക്കൊണ്ട് പോകണം. എപ്പോഴും നമ്മൾ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ നെറ്റ്വർക്ക് ഈവൻസും കോൺഫറൻസസ് നമ്മൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഡാറ്റ അനലിറ്റിക്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് KPIs എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. എവിടെയൊക്കെ നമുക്ക് അവിടെ ഉയരാനായിട്ട് പറ്റുന്നു അതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ആ ക്രൈസിസ് നമ്മൾ നേരിടാനായിട്ടുള്ള അതിനുള്ള പ്രിപ്പയർനെസ് വേണം. അതിനുള്ള ഫണ്ട് പോലും നമ്മൾ നേരത്തെ കരുതി വെക്കണം. അപ്പം വീണ്ടും നമുക്ക് എന്തെങ്കിലും ചെറിയ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ പോലും കോർപ്പറേഷൻ കമ്പനി വലുതായി കഴിഞ്ഞാൽ പിന്നെ ഫെയിലിയറിനുള്ള ചാൻസ് ഇല്ലാതായി പോകും. അപ്പോൾ അത് നമ്മൾ വളരെ കണക്ക് കൂട്ടി നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് നമ്മൾ വെക്കുകയാണ്. അപ്പം നമ്മൾ എംപ്ലോയി എഡ്യൂക്കേഷനും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ലോയൽറ്റി പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പോകുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ദിവസവും ബേസും എല്ലാ സൈഡിലും കൂടെ ബേസും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഗ്രോത്ത് നമ്മൾ എൻഷുർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, ജപ്പാനീസ് കമ്പനികളുടെ പോലെ നമ്മൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വീണ്ടും ബിൽഡ് റിലേഷൻഷിപ്പ്, ഇവിടെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ബില്യണയർ മൈൻഡ് സെറ്റിനകത്ത് വരുമ്പം 10 ലെവൽ, 4 ദിവസമാണ് ഒരു ലെവൽ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 വർഷം കൊണ്ട് ഈ 10 ലെവൽ ചെയ്യുമ്പോഴത്തേക്ക് അതാണ്ട് 400ഓളം ടോപ്പിക്സാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു MBAക്ക് ലോകത്തിൽ ഇപ്പോൾ 10 MBA പഠിച്ചാൽ ഇത്രയും ടോപ്പിക്സ് കിട്ടില്ല. കാരണം ആന്ത്രപ്രണേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമുക്കതിനകത്ത് നമുക്ക് കിട്ടാനുള്ളത്. അപ്പം എംപ്ലോയീസ് അറിയേണ്ട കാര്യങ്ങളല്ല ഇതിനകത്തുള്ളത്, ഇത് മുഴുവനും ആന്ത്രപ്രണേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു വലിയ ഇതിലേക്ക് നമ്മൾ പോകാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തുടങ്ങി വരുമ്പോൾ 0 റിസ്കിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കണം. ഞാനപ്പോൾ ഈ 3rd മോഡ്യൂള് 3 ഭാഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, 3ാമത്തെ ഭാഗം നമ്മൾ ഇതിലേക്കാണ്. എങ്ങനെയാണ് നമുക്ക് റിസ്ക് അബ്സല്യൂട്ടായിട്ട് ഇപ്പം മെയിനായിട്ട് ഈ ബില്യണയർ മൈൻഡ് സെറ്റൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാന ഭാഗം ബിസിനസ് വളർത്തുക മാത്രമല്ല, ഒരു കാരണവശാലും നമ്മുടെ ക്യാപിറ്റൽ പോവുകയോ നമുക്ക് നഷ്ടം വരികയോ, നാളെ ഇപ്പോൾ ലോകത്തിൽ നമുക്ക് ഏതാണ്ട് 4% ബിസിനസ്സുകളെ വിജയിക്കാറുള്ളൂ, ബാക്കി ബിസിനസ് പോവുകയാണ്. പഠിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പം അതിനുവേണ്ടി മാത്രമുള്ള ഒരു ലേണിംഗ് പദ്ധതിയാണ് നമ്മൾ ഈ 10 ലെവൽ ബില്യണയർ മൈൻഡ് സെറ്റിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് BMS 8 ആയിരിക്കും. അതൊക്കെ ലേണിംഗ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതേസമയത്ത് നമുക്ക് റിലേഷൻഷിപ്സ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് 7 ആയിരിക്കും. നമുക്ക് ഫണ്ടിങ് മുഴുവൻ കിട്ടുന്ന 100ലധികം ഫണ്ടിങ് കിട്ടുന്ന വിവിധ ഫണ്ടിങ് കിട്ടുന്ന മുഴുവൻ നമുക്ക് BMS 6 മാർക്കറ്റിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടത് മുഴുവനും പ്രൈസിങ്, പ്രൊമോഷൻസ്, ബ്രാൻഡിങ് എല്ലാം വരുന്നത് 5 വരുന്നത്. ഒരു CEO അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം 3 വരുന്നത്. വെൽത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 വരുന്നത്. ബിസിനസ്സിൻ്റെ ബേസിക് സാധനങ്ങൾ മുഴുവൻ വരുന്നത് നമുക്ക് 1 വരുന്നത്. എല്ലാത്തിനെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 10 മൊത്തം എല്ലാം കൂടെ ചേർന്ന് ഒറ്റ ഇത് തലയ്ക്കകത്തായി കിട്ടുന്നത്. അപ്പോൾ അത് പുതിയ ഇപ്പോഴത്തേക്ക് വരാൻ പോകുന്നതിനകത്ത് മൊത്തം ലേണിങ്ങിലേക്ക് വരാൻ പോവുകയാണ്. കാരണം എല്ലാ ആൾക്കാർക്കും ഇവിടെ വന്ന് കേരളത്തിൽ വന്നൊക്കെ ഇത് ചെയ്തിട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ വരും. ഇതാകുമ്പോൾ അവർക്ക് ലോകത്തിലിരുന്ന് എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർക്ക് അറ്റൻഡ് ചെയ്യുക, അവരുടെ ബിസിനസ് വിജയിപ്പിക്കാനുള്ള സൗകര്യം ലഭിക്കാനായിട്ട് എവറിത്തിങ് കമ്മിങ് ഓൺലൈൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന നമ്പർ എടുത്തിട്ട് നിങ്ങൾ വിളിക്കുക. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഓൺലൈനിൽ നിങ്ങളെ വരാൻ പോകുന്ന ആൾക്കാരെ എല്ലാവരും കണക്റ്റ് ചെയ്ത് നിങ്ങളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നിച്ചാക്കിയതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ്
നമ്മൾ എവിടെ വെക്കണം നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് ഇവിടെ വെക്കണോ, യൂറോപ്പിൽ വെക്കണോ, മിഡിൽ ഈസ്റ്റിൽ വെക്കണോ, അപ്പം അതിനകത്ത് ആൾക്കാരുടെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ ക്ലാസ് വെച്ച് കൊടുക്കുന്നത്, ഏത് ലെവലാണേലും. അതാണ് ഈ നമ്മളിപ്പോൾ പുതിയൊരു സിസ്റ്റമായിട്ട് അതിൻ്റെ വർക്ക് ഒത്തിരി നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ഓൺലൈനിലാക്കാനായിട്ട്. ഒരുപാട് AI സഹായത്തോട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി ഭയങ്കര എഫിഷ്യൻസിയിലാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇപ്പം തന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ 3ാമത്തെ പാർട്ട്, അതിനകത്താണ് റിസ്ക് മിറ്റിഗേഷനുള്ള കാര്യങ്ങൾ മുഴുവനും പറയുന്നത്. അതിൽ കൂടെ നിങ്ങൾ ഇതുകൂടെ ഉപയോഗിച്ച് ബാക്കി ബില്യണിയർ മൈൻഡ് സെറ്റ് 10 ലെവലും പഠിച്ച് 100 crores മുകളിൽ അസറ്റുള്ള ആളായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.